പട്ടിണി കിടന്നാലും തന്റെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഹരിശ്രീ അശോകൻ. ഹരിശ്രീ എന്ന മിമിക്സ് ട്രൂപ്പിലൂടെ സിനിമയിലെത്തിയ നടനാണ് ഹരിശ്രീ അശോകൻ. 1986 പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലൂടെ തന്നെ ആരംഭിച്ചു. ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം പിന്നീട് മലയാളത്തിലെ മികച്ച ഹാസ്യതാരമായി വളരുകയായിരുന്നു. പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ രമണൻ എന്ന ഹാസ്യ കഥാപാത്രമാണ് ഹരിശ്രീ അശോകന്റെ കരിയറിൽ വഴിത്തിരിവായത്. അദ്ദേഹത്തിന്റെ മകനായ അർജുനും മലയാള സിനിമയിൽ സജീവമാണ്. ഇപ്പോൾ സിനിമയിൽ ചാൻസ് ചോദിച്ചു നടന്ന സമയത്ത് ഒരു നിർമ്മാതാവ് തന്നെ പറ്റിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ. സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് അന്വേഷിക്കുന്ന സമയത്ത് ഒരു നിർമ്മാതാവ് തന്നോട് മദ്രാസിലേക്ക് പോകാൻ പറഞ്ഞുവെന്നും എന്നാൽ മദ്രാസിൽ ചെന്ന് 2 ദിവസം വെറുതെ ഇരുന്നെന്നും ഹരിശ്രീ അശോകൻ പറയുന്നു. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് പോലും തന്നില്ലെന്നും എന്നാൽ പിന്നീട് സിനിമയിൽ അറിയപ്പെടുന്ന നടനായപ്പോൾ ആ നിർമ്മാതാവ് തന്നെ ഡേറ്റ് ചോദിച്ച് വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തന്റെ സിനിമയിൽ അഭിനയിക്കില്ലെന്ന് അയാളോട് പറഞ്ഞുവെന്നും താൻ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ മസ്തൂറായി ജോലി ചെയ്യുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് ചാൻസും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു നിർമ്മാതാവ് മദ്രാസിൽ ചെല്ലാൻ പറഞ്ഞു. പെങ്ങൾ അവളുടെ കമ്മൽ പണയം വെച്ചാണ് പെട്ടിയും ഡ്രസ്സുമൊക്കെ വാങ്ങിച്ചു തന്നത്. മദ്രാസിൽ ചെന്ന് 2 ദിവസം വെറുതെ ഇരുന്നു. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് പോലും തന്നില്ല. ആത്മഹത്യയെ കുറിച്ച് പോലും ആലോചിച്ചു. പിന്നീട് സിനിമയിൽ 4 ആൾ അറിയുന്ന നിലയിലെത്തിയപ്പോൾ ആ നിർമ്മാതാവ് ഡേറ്റ് ചോദിച്ചു വന്നു. പട്ടിണി കിടന്നാലും തന്റെ സിനിമയിൽ അഭിനയിക്കാനില്ല എന്ന് മറുപടി നൽകി. ഇപ്പോൾ തോന്നുന്നു ഞാൻ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. അന്ന് ഞാൻ അറിയപ്പെടാത്ത ആളായതുകൊണ്ട് അയാൾ അങ്ങനെ പെരുമാറി. പിന്നീട് ആവശ്യമെന്ന് തോന്നിയപ്പോൾ എന്നെ അന്വേഷിച്ചു വന്നു. അത് ഓരോരുത്തരുടെയും ജന്മ സ്വഭാവമാണ്. മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന ഒരു ഉറുമ്പിനെ കയ്യിലെടുത്ത് നിങ്ങൾ രക്ഷിക്കുന്നു. അതേ നിമിഷം ആ ഉറുമ്പ് നിങ്ങളെ കടിച്ചിരിക്കും. അതാണ് ഉറുമ്പിന്റെ സ്വഭാവം. അതുപോലെയാണ് ചില മനുഷ്യരും. ഹരിശ്രീ അശോകൻ പറയുന്നു.